നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 സിറ്റിംഗ് എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസും മന്ത്രി കെ രാധാകൃഷ്ണനും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം പ്രതീക്ഷിച്ചിരുന്നത് ആലത്തൂരിൽ പോളിംഗ് കുറഞ്ഞതോടെ UDFും LDF മുന്നണികളുടെ പങ്കെടുപ്പ് ഏറിയിരിക്കുകയാണ് ആലത്തൂരിലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് കെ രാധാകൃഷ്ണൻ MLA ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള ചേലക്കരയിലാണ് എന്ന് പറയേണ്ടി വരുന്നു. സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ കുറഞ്ഞത് LDFിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമോ, വോട്ട് കുറഞ്ഞത് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലമായിരുന്ന ആലത്തൂർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് UDFിലേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ്. ഹാട്രിക് തേടി ഇറങ്ങിയ LDFിലെ PK ബിജുവിനെതിരെ അന്ന് CPMൻ്റെ നേതാവായ ബിജുവിനെതിരെ അന്ന് UDF നിർത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസാണ്. 1,58,968 വോട്ടുകളുടെ വൻ വിജയമാണ് ആലത്തൂരിൽ കഴിഞ്ഞ വട്ടം ആ പെങ്ങളൂട്ടി നേടിയെടുത്തത്. BDJSൻ്റെ TV ബാബു ആയിരുന്നു NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂരിൽ മത്സരിച്ചത്. തരൂരും ചിറ്റൂരും നെന്മാറയും ആലത്തൂരും ചേലക്കരയും കുന്നംകുളവും വടക്കാഞ്ചേരിയും അടങ്ങുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും രമ്യ ലീഡ് നേടി വിജയിക്കുകയായിരുന്നു 2019. ഇത്തവണ UDF മണ്ഡലം നിലനിർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് രമ്യ ഹരിദാസിനെ തന്നെ വീണ്ടും അവിടെ പടക്കിറക്കിയപ്പോൾ LDF മന്ത്രി കെ രാധാകൃഷ്ണൻ ഇറക്കിയാണ് സീറ്റ് തിരിച്ചുപിടിക്കുവാനുള്ള ഒരു കച്ചമുറുക്കിയത് എന്നുള്ളതാണ്. TN സരസു ടീച്ചറാണ് ഇവിടുത്തെ NDAയുടെ സാരഥി. അങ്ങനെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ഇടം. എന്നാൽ ആവേശ പ്രചരണമാണ് ആലത്തൂരിൽ കുറി നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ പോളിംഗ് ശതമാനം കുറയുകയായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം പരന്നു കിടക്കുന്ന പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ കനത്ത ചൂട് പലപ്പോഴും ഇതിനൊരു കാരണമായി കരുതുകയും ചെയ്യാം. കാരണം അത്രത്തോളം ചൂടായിരുന്നു. 2009 75.28%, 2014 76.24%, 2019 80.42% എന്നിങ്ങനെയാണ് ഈ ആലത്തൂരിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. പക്ഷേ ഈ മണ്ഡലത്തിൽ 2024 വെറും 73.20 മാത്രമായി പോളിംഗ് ശതമാനം കുറയുന്നു. 7% വോട്ടുകൾ ഇക്കുറി കുറഞ്ഞതാണ് ഇടത് വലത് മുന്നണികൾക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. UDFിന് വളരെ നിർണായകമാകുന്ന ചിറ്റൂരിൽ ഭേദപ്പെട്ട പോളിംഗ് ഇക്കുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. അതേസമയം ചേലക്കരയിൽ പോളിംഗ് കുറഞ്ഞത് ഇടതുപക്ഷത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. അതായത് LDFിൻ്റെ വേരോട്ടം അത് നന്നായിട്ടുള്ള ഈ ആലത്തൂർ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നതാണ്. ഇത് LDFിന് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. കാരണം 2024 പോളിംഗ് നമ്മൾ മണ്ഡലം തിരിച്ചു നോക്കുകയാണെങ്കിൽ തരൂരിൽ 73.78, ചിറ്റൂരിൽ 74.14, നെന്മാറയിൽ 73.8, ആലത്തൂരിൽ 74.92, ചേലക്കരയിൽ 72.01, കുന്നംകുളത്ത് 72.25, കൂടാതെ വടക്കാഞ്ചേരിയിലേക്ക് പോവുകയാണെങ്കിൽ വടക്കാഞ്ചേരിയിൽ 72.05. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം എന്ന് പറയപ്പെടുന്നത്. തരൂരിലും ചിറ്റൂരിലും നെന്മാറയിലും ആലത്തൂരിലുമൊക്കെ ചേലക്കരയിലുമൊക്കെ കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലുമൊക്കെ 70% മുകളിൽ പോളിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടമെന്ന് പറയപ്പെടുന്ന ആലത്തൂരിലാണ്. ആലത്തൂരിൽ ഏകദേശം 75% അടുക്കുന്നു, 74.92%. രാധാകൃഷ്ണൻ മന്ത്രിയുടെ ഇടം ചേലക്കരയാണ്. ചേലക്കരയിലാണെങ്കിൽ 72.01% പോളിംഗ് നടന്നിരിക്കുന്നത്. മറ്റത് ചിറ്റൂരിൽ നോക്കുകയാണെങ്കിൽ 74.14. ചിറ്റൂരിൽ UDFിനോട് ഒരല്പം ആഭിമുഖ്യം പുലർത്തുന്ന ഇടമാണ് ചിറ്റൂർ എന്ന് പറയപ്പെടുന്നത്. ആ ചിറ്റൂർ മണ്ഡലത്തിൽ 75% അടുത്ത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2019 ഇവിടെയെല്ലാം 80%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയ ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് കുറവ് കേരളത്തിൽ പൊതുവെ എല്ലായിടത്തും പോളിംഗ് ശതമാനം കുറവ് തന്നെയായിരുന്നു. എങ്കിൽ കൂടിയും മൊത്തത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്ന് പറയപ്പെടുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആശങ്കയിലാക്കുന്ന LDFിനെയും UDFിനെയും ഒരുപോലെയാണ്. കാരണം അവിടെ BJPക്ക് വലിയ സാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മുന്നിലേക്ക് എത്തപ്പെടുന്ന കണക്കുകളിൽ ആദ്യം എത്താൻ കഴിയുന്നത് കെ രാധാകൃഷ്ണൻ വിജയിക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് LDFിൻ്റെ കോട്ടയായിട്ടുള്ള ആലത്തൂർ. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര, അതായത് ഈ കെ രാധാകൃഷ്ണൻ മന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ചേലക്കര നിയോജക മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നത് LDFിനെയാണ്. ഒപ്പം തന്നെ പല മണ്ഡലങ്ങളിലും 70%-ൽ മുകളിൽ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 5%, 8%-ഓളം പോളിംഗ് ശതമാനം കുറവാണ് കഴിഞ്ഞ 2019 അപേക്ഷിച്ച്. ആ 8% വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുകയോ രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്ത സാഹചര്യത്തിൽ വന്ന വോട്ടുകളിൽ ഏതെങ്കിലും തരത്തിൽ
സരസു ടീച്ചർ അടക്കം BJPയുടെ സ്ഥാനാർത്ഥി അടക്കം വോട്ടുകൾ കൂടുതലായി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആരെയായിരിക്കും ദോഷമായി ബാധിക്കുക? രമ്യ ഹരിദാസിനെയാണോ രാധാകൃഷ്ണനെയാണോ എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്നത്. രണ്ടുപേർക്കും കടുത്ത ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് പലരും വോട്ട് ചെയ്യാൻ ഇറങ്ങാതായിരുന്നത് എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ വെറുത്തു പോകുന്നുണ്ടോ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ? ജനങ്ങൾക്ക് മതിയായി ഇത്തരത്തിലുള്ള കള്ളത്തരം മാത്രം നേരിടുന്ന മൂന്ന് മുന്നണികളും, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലുമൊക്കെ നുണ പറഞ്ഞു മാത്രം വോട്ട് നേടാൻ വേണ്ടിയിട്ട് എന്ത് ചതിച്ച രാഷ്ട്രീയവും കളിക്കുന്നവരാണ് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകളിലൂടെ ചിലപ്പോൾ ജനങ്ങൾക്കത് ബോധ്യമായി കാണാം. അതുകൊണ്ട് തന്നെ മടുത്തുപോയി കാണണം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അങ്ങനെ പലപ്പോഴും പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് LDFന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ 2024 തെരഞ്ഞെടുപ്പിൽ ചേലക്കര അടക്കമുള്ള മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് CPMനെയും പക്ഷേ LDFനെയും ആശങ്കയിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. രാധാകൃഷ്ണനാണോ രമ്യയാണോ ഈ ആലത്തൂരിൻ്റെ സാരഥി എന്നറിയാൻ.